Chrome extension പേരാണ് SEO Meta in one. Okay, so add to Chrome, add extension add ആയി കഴിഞ്ഞാൽ പിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വന്നിട്ട് പേഴ്സണലിനകത്ത് പോയിട്ട് ഇതിനെ പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് തുറക്കുകയാണെങ്കിൽ ഈ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നമ്മൾ SEO Meta ക്ലിക്ക് ചെയ്താൽ അഗെയിൻ നമുക്ക് ഇവിടെ സെയിം അവിടെ നമ്മൾ കണ്ട പോലെ തന്നെ ഡീറ്റെയിലിനകത്ത് നമ്മൾ കണ്ട പോലെ തന്നെ ഡിസ്ക്രിപ്ഷന്, URL, കാനോനിക്കൽ, റോബോട്ട് ടാഗ്സ്, ഓത്തർ, പബ്ലിഷർ, ലാംഗ്വേജ്, H1, H2, H3, H4 ഇമേജസ്, ലിങ്ക്സ്, റോബോട്ട്സ്, സൈറ്റ് മാപ്പ്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ ഹെഡേഴ്സിനകത്ത് വരുന്ന സമയത്ത് ഹെഡേഴ്സിനകത്ത് എങ്ങനെയാണ് വരുന്നത്, കംപ്ലീറ്റ് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു H1, 6, H2, 8, H3 ഓരോ സാധനങ്ങൾ. പിന്നെ ഇമേജസിനകത്ത് പോയാൽ ഓരോ ഇമേജിൻ്റെ ഫയൽ നെയിം എന്താണ്, ടാഗ് എന്താണ്, ടൈറ്റിൽ എന്താണ്. യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ സെക്ഷൻസ് ഹിയർ. ഓക്കെ, ദെൻ കംസ് ലിങ്ക്സ്. എക്സ്റ്റേണൽ പോകുന്ന ലിങ്കിൻ്റെ ടൈറ്റിൽ എന്താണ്, ആങ്കർ ആണ് ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ എന്താണ്, നിങ്ങൾക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ സോഷ്യൽ ലിങ്കിലേക്ക് പോകുന്ന സാധനങ്ങൾ OG നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ഗ്രാഫ് ടൈറ്റിൽ, ഓപ്പൺ ഗ്രാഫ് ഡിസ്ക്രിപ്ഷൻ എന്താണ്. ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ് ഫ്രോം അതർ. ഇത് OG സെക്ഷൻ ആണ്. OG ലോക്കൽ, OG ടൈപ്പ്, OG ടൈറ്റിൽ, OG ഡിസ്ക്രിപ്ഷൻ. ഓപ്പൺ ഗ്രാഫ് ഫോക്കസ്ഡ് ആണ്. ട്വിറ്ററിന് വേണ്ടി നിങ്ങൾ എന്താ കൊടുത്തേക്കുന്നത്. പിന്നെ സ്കീമാസ്, നമ്മൾ ഏതേത് സ്കീമാസ് ആണ് യൂസ് ചെയ്യുന്നത്, വെബ് പേജ്, വെബ് ഹെഡർ, ഓർഗനൈസേഷൻ, സൈറ്റ് നാവിഗേഷൻ, ഏതൊക്കെയാണ് ക്രിയേറ്റീവ് വർക്ക്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്കീമാസ് ഇതിനകത്തുണ്ട്. പിന്നെ അതർ ടൂൾസ് സെക്ഷൻസ്. നമുക്ക് ബേസിക്കലി ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത്ര. സോ ഇത് വേറെ ടെക്നിക്കൽ സാധനങ്ങളാണ്. മൊബൈൽ ഫ്രണ്ട്ലി ആണോ, പെർഫോമൻസ്, സ്പീഡ്, വാലിഡേഷൻസ്, CSS, അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അത് നോക്കുന്ന ടൂൾസിൻ്റെ എല്ലാം ലിസ്റ്റാണ്. ഓക്കെ, ഈ ക്രോം എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഇത്ര ഇൻഫോർമേഷൻ വൺ ഷോട്ടിനകത്ത് തന്നെ